ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മാലദ്വീപിൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ആരോഗ്യ മേഖലയിൽ വരുന്ന ജോലി സാധ്യതകൾ, അതുപോലെ തന്നെ നമുക്ക് ജോലി കിട്ടാനായിട്ട് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ ഇവിടുത്തെ ജീവിത രീതി, പിന്നെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ആരോഗ്യ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ കുറേ പ്രൊഫഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ലാബ്, ഡോക്ടേഴ്സ്, നേഴ്സസ്, എക്സ്റേ ടെക്നീഷ്യൻ, പറഞ്ഞാൽ തീരില്ല, അത്രയും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രൊഫഷൻസിൻ്റെ ഈച്ച് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്യുന്നത് മുതൽ ഇവിടെ ജോലി കിട്ടുന്നത് വരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നമുക്കിവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഏത് പ്രൊഫഷനോ ആയിക്കോട്ടെ, ലാബോ നേഴ്സോ എക്സ്റേ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പ്രൊഫഷന് അവർക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ജീവിത രീതി, നമുക്ക് എത്ര പൈസ സേവ് ചെയ്യാം, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഈ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു അതിൽ വരുന്നത്? എങ്ങനെ നമുക്ക് ജോബ് കിട്ടുക, പിന്നെ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കിവിടെ ജോബ് കിട്ടാനായിട്ട് നമുക്ക് ഏജൻസി വഴി ആണ് ഇവിടെ കൂടുതലും വരുന്നത്. 90-95% ആളുകളും വരുന്നത് ഏജൻസി വഴിയാണ്. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ കുറവാണ്. ഞാനിപ്പോൾ ഒരു 5 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അങ്ങനെ വന്ന ആളുകൾ ഉണ്ടാവും, പക്ഷെ കുറവാണ്. ഈ ഏജൻസി ഫീ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഏജൻസി ഫീ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ഏജൻസികളും പല രീതിക്കാണ് ഫീ മേടിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 2 നേഴ്സസ് ഇവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ 2 പേര് 2 ഏജൻസിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ 2 ഏജൻസി ചിലപ്പോൾ ഡിഫറെൻറ്റ് ഫീ ആയിരിക്കും മേടിക്കുന്നുണ്ടാവും. ഈവൻ സെയിം പ്രൊഫഷനിൽ വരെ ഡിഫറെൻറ്റ് ഫീ മേടിക്കുന്നുണ്ട്. പിന്നെ പ്രൊഫഷൻ അനുസരിച്ച് ഏജൻസികളിൽ വേറെ ഫീ ആണ് വരുന്നത്. ഇപ്പോൾ ലാബിന് ഒരു ഫീ ആയിരിക്കും, എക്സ്റേക്ക് വേറെ ഫീ ആയിരിക്കും, നഴ്സസിനൊക്കെ കൂടുകയാണ് ചെയ്യുന്നത് ലാബ് എക്സ്റേ അനുസരിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എത്ര സേവിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സേവിങ്സ് ഹെൽത്ത് ഫീൽഡിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഹെൽത്ത് സെന്റർ ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അത് രണ്ടിലും ബേസിക് സാലറി ഹെൽത്ത് സെന്ററിലും ഹോസ്പിറ്റലിലും സെയിമാണ് വരുന്നത്. പക്ഷേ അലവൻസിലും കാര്യങ്ങളിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹെൽത്ത് സെന്ററിൽ തന്നെ 3 ടൈപ്പ് ആയിട്ടുണ്ട്. അതായത് 8 മണിക്കൂർ മാത്രം വർക്ക് ചെയ്യുന്ന ഹെൽത്ത് സെന്ററുകളുണ്ട്, 16 മണിക്കൂർ മാത്രമുള്ളതുണ്ട്, 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഇത് 3ലും അലവൻസിലൊക്കെ മാറ്റം വരാം. പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും അലവൻസും കാര്യങ്ങളും ഒക്കെ. ഈ ഹെൽത്ത് സെന്ററിലാണോ ഹോസ്പിറ്റലുകളാണോ ഏറ്റവും കൂടുതൽ നമുക്ക് ജോലി ചെയ്യാൻ നല്ലത്? ജോലി ചെയ്യാൻ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലവൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഓക്കെ, മറ്റേത് ഞാൻ പറഞ്ഞു ഹെൽത്ത് സെന്ററിൽ പല ടൈപ്പ് വരുന്നുണ്ട്, അതിനനുസരിച്ച് അലവൻസ് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വർക്ക് ലോഡ് ഹോസ്പിറ്റലിൽ കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ ഐലൻഡുകളിലും ഹെൽത്ത് സെന്ററുകൾ ഉണ്ടാവും, പക്ഷേ ഹോസ്പിറ്റലില്ല ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഹോസ്പിറ്റലല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഐലൻഡിൻ്റെ ചുറ്റുള്ള ഐലൻഡുകളിൽ നിന്ന് ആളുകൾ നല്ല ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പോൾ അവിടെ പൊതുവെ വർക്ക് ലോഡ് കൂടാനാണ് ചാൻസ്. അതുപോലെ തന്നെ OT ഓവർ ടൈമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹെൽത്ത് സെൻ്ററിൽ ഇപ്പോൾ ഒരു 8 മണിക്കൂർ ഉള്ളൊരു ഹെൽത്ത് സെൻ്റർ എന്ന് വിചാരിക്കാം. അവരുടെ 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് വന്ന് നമുക്കൊരു എമർജൻസി കോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് OT ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഷിഫ്റ്റ് 3 ഷിഫ്റ്റൊക്കെ ആയിരിക്കും. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർ പോവും. പിന്നെ അവർക്ക് ഓവർ ടൈം വരാനുള്ള ചാൻസ് കുറവാണ്. ഈ ഓവർ ടൈമും അലവൻസും കൂടെ വെച്ചിട്ട് വേണം നമുക്ക് എത്രത്തോളം പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഏറ്റവും കൂടുതൽ ഈ എക്സ്പെൻസ് ഐലൻഡുകളിലാണോ അത് മാല പോലുള്ള സിറ്റികളിലാണോ വരിക? എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ മെയിനായിട്ട് വരുന്നത് റെൻ്റാണ്.
ഓക്കെ, ഇപ്പോൾ ഞാൻ ആദ്യം ഐലൻഡുകളിലെ കാര്യം പറയാം. ആളുകൾ ഐലൻഡുകളിലും ജോബിന് പോകുന്നുണ്ട്. മാൽദീവ്സിൻ്റെ ക്യാപിറ്റലായ മാലേ സിറ്റിയിലും ആളുകൾ ജോബ് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഐലൻഡിലെ കാര്യം പറഞ്ഞുതരാം. ഐലൻഡിൽ ഇപ്പോൾ റെൻ്റാണ് ആദ്യം പറയുന്നത്. റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3000 MBR, അതായത് ഇവിടുത്തെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു AC ഉള്ള റൂമൊക്കെ കിട്ടും. ഇനി അത് AC ഇല്ലാത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1500 2000 ഇടയിലൊക്കെ നമുക്ക് റൂംസ് കിട്ടും. ചിലപ്പോൾ ഈവൻ ഒരു വീട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാലിയിലാണെന്നുണ്ടെങ്കിൽ ഈ 3000 നമുക്ക് റൂം കിട്ടൂല. അറ്റ്ലീസ്റ്റ് ഒരു 1 റൂം അപ്പാർട്ട്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 12000 MBR കൊടുക്കണം. നാട്ടിൽ ഏകദേശം 60000 രൂപ വരും. ഒരു 17000 18000 MBR ഒക്കെ സാലറി ഉള്ള ഒരാളെ സംബന്ധിച്ച് അവൻ്റെ സാലറിൻ്റെ പകുതിയിലേറെ റെൻറ്റിന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ആവില്ല അത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാലിയിൽ സ്റ്റേ ചെയ്യുമ്പോൾ 4000 5000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂം ഷെയർ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആളുകളായിക്കൊള്ളണമെന്നില്ല. ഇതുപോലെ റൂം തപ്പിയെടുക്കുന്ന ആരെങ്കിലുമൊക്കെ വന്നിട്ട് അവരുടെ കൂടെ ഷെയർ ചെയ്യേണ്ടി വരും. നമുക്കൊരു പ്രൈവസിയും കാര്യങ്ങളൊന്നും കിട്ടൂല. ആ ഒരു വിഷയമുണ്ട്. ഫാമിലീനെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫാമിലീനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഐലൻഡാണ്. കാരണം 3000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂം കിട്ടും, അല്ലെങ്കിൽ ഒരു വീട് കിട്ടും. മാലിയിൽ ഷെയർ റൂമിൽ നമുക്ക് ഒരിക്കലും ഫാമിലീനെ കൊടുത്തിട്ട് താമസിപ്പിക്കാൻ പറ്റൂല. പിന്നെ 12000 MBR കൊടുത്തുകൊണ്ട് നമ്മളൊരു ഫാമിലീനെ കൊടുന്ന് റൂം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം നമുക്ക് മീറ്റ് ചെയ്യൂല. അത് കഴിഞ്ഞിട്ടും എക്സ്പെൻസ് വേറെ വരുന്നില്ല. പിന്നെ വേറെ എക്സ്പെൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ചാർജ്, ഇൻ്റർനെറ്റ്, അത് മാലിയിലാണെന്നുണ്ടെങ്കിലും ഐലൻഡുകളിലാണെങ്കിലും സെയിം ആയിട്ടാണ് വരുന്നത്. ഒരു 300 400 നമ്മൾ ചെയ്യുന്ന ഒരു ഇതിനനുസരിച്ചിരിക്കും. ഒരു ആവറേജാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇലക്ട്രിസിറ്റി വരുന്നത് രണ്ടും സെയിം ആണ്. കാരണം പിന്നെ AC യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇലക്ട്രിസിറ്റി വരും. ഇപ്പോൾ നമുക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന 500 600 റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ റെൻറ്റിൻ്റെ കാര്യമാണ് നോക്കാനുള്ളത്. ആരെങ്കിലും ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഈ കാര്യം മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ ഫാമിലീനെ കൊണ്ടുവരാനാണ് ഉദ്ദേശം, ഇവിടെ ജോബ് കിട്ടിയതിന് ശേഷം ഫാമിലീനെ കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മാലേ സിറ്റി ചൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഹൈ സാലറി ആയിരിക്കണം. ഒരു 40,000 MBR 50,000 MBR ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ 12000 റെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഷെയർ റൂമിൽ ഒരിക്കലും നമ്മൾ ഫാമിലീനെ താമസിപ്പിക്കാൻ പറ്റൂല. അപ്പോൾ ഏറ്റവും നല്ലത് ഐലൻഡുകൾക്ക് പോവുക. ഒരു 3000 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ വീടോ അല്ലെങ്കിൽ ഒരു റൂമോ കിട്ടും. നല്ല സമാധാനമായിട്ട് അവിടെ ആയിരിക്കും നല്ലത്. ഇപ്പൊ നമുക്ക് ജോലി കിട്ടി, അപ്പൊ നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ഈ ഹോസ്റ്റല് അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമോ നമുക്ക്? അതായത് മാലിയിൽ ക്ലിനിക്സ് കുറേ ഉണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ, ഇപ്പോൾ നമ്മുടെ IGMH ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലൊക്കെ, പിന്നെ ട്രീ ടോപ്പ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്, ADK എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്. ഈ ADK ട്രീ ടോപ്പ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. പിന്നെ IGMH ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതിന്. അപ്പോൾ ഈ 3 ഹോസ്പിറ്റലും അവരുടെ കോമ്പൗണ്ടിൽ തന്നെ ഹോസ്റ്റല് സെറ്റ് ചെയ്യുന്നുണ്ട്. ADK കൊടുക്കുന്നുണ്ട്, ട്രീ ടോപ്പ് കൊടുക്കുന്നുണ്ട്, IGMHും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ റൂം ഷെയർ ചെയ്യേണ്ടി വരും. 2 3 ആളുകളൊക്കെ റൂമിലുണ്ടാവും. നമുക്ക് ഒറ്റക്കൊരു റൂം എടുക്കുന്ന കാര്യമാണ് ഇത്രയും റെൻറ്റ് വരുന്നത്. പിന്നെ ഫുഡും അക്കോമഡേഷൻ അവർ കൊടുക്കുന്നുണ്ട് പ്രൈവറ്റ് ഇതിൽ. പിന്നെ നമുക്ക് ഗവൺമെൻറ് എന്തൊക്കെ ആനുകൂല്യങ്ങൾ തരും? ഗവൺമെൻറ് തരുന്ന ആനുകൂല്യങ്ങൾ, ഡിപ്പെൻഡൻറ്റ് വിസ നമുക്ക് അവർ അലോ ചെയ്യും. പിന്നെ സ്റ്റുഡൻറ്റ് വിസ. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയിൽ നമുക്ക് നമ്മുടെ ഫാദർ മദർ പിന്നെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ചിൽഡ്രൻസ്, ഇത്രയും ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഡിപ്പെൻഡൻ്റ് ആയിട്ട് അവരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ സ്റ്റുഡൻറ്റ് വിസൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ജോലി ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇവിടെ എഡ്യൂക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് അവരെ നമുക്കിവിടെ പഠിപ്പിക്കാം. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസ കിട്ടാനാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഞങ്ങൾ തന്നെ എടുത്ത് വന്നത് നമ്മളെ 2 പേരുടെയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും
മാരേജ് സർട്ടിഫിക്കറ്റും കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് അല്ലേ, പെട്ടെന്ന് ഇതായിട്ടുണ്ട്. ആദ്യം അവർ 3 months ഒരു വിസയാണ് തരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളത് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 1 year വരെ നമുക്കത് നീട്ടാൻ പറ്റും. പിന്നെ അതിൽ തന്നെ ഇൻഷുറൻസ് വരുന്നുണ്ട്. ഇൻഷുറൻസ് എങ്ങനെ വരുന്നത്, ഇത് വേറൊരു ഫെസിലിറ്റി ആണ് കേട്ടോ. അതായത് ഇൻഷുറൻസ് വരുന്നത് 2000 MVR. ഇപ്പോൾ നമ്മൾ ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോവാണ് ഡോക്ടറിൻ്റെ അടുത്തേക്ക്, 2000 രൂപ വരെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇനി അല്ല നമ്മൾ അഡ്മിറ്റ് ആവുകയാണ്, നമ്മൾ ഇൻ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ 1 lakh MVR വരെ ഗവൺമെൻറ് അതിൽ നമുക്ക് ഇൻഷുറൻസ് ആയിട്ട് തരുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻറ്റ് വിസ, ഇപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റുഡൻറ്റ് വിസ എടുക്കായിരിക്കും നല്ലത്. കാരണം അവർക്ക് ഇപ്പോൾ ഡിപ്പെൻഡൻറ്റിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. ബുക്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ജോബിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് തരുന്നതാണ്. ആനുവൽ ലീവിൽ 30 ദിവസം നമുക്ക് ലീവ് ഉണ്ടാവും. അതിൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നമുക്ക് അവർ എടുത്തു തരും. ഇപ്പോൾ ഏകദേശം ഈ മാസത്തേക്ക് 5 വർഷം ആവുന്നില്ലേ ഇവിടെ വർക്ക് ചെയ്തിട്ട്? ഇത്രയും കാലം ഇവിടെ വർക്ക് ചെയ്തിട്ട് എന്തൊക്കെ പറയാനുണ്ട്? ഇപ്പോൾ 5 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഡെപ്യൂട്ടേഷൻ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും. അതായത് ഒരു 30 days 40 daysനൊക്കെ മറ്റുള്ള ഐലൻഡുകൾക്ക് നമ്മൾ ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും. അപ്പോൾ എവിടെ പോയാലും മലയാളീസ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നതോ എങ്ങനെയെങ്കിലും ആയിട്ട് മലയാളീസിൽ എല്ലാ ഐലൻഡിലും ഉണ്ടാവും. ഈവൻ ഒന്നെങ്കിലും ഉണ്ടാവും. മിനിസ്ട്രിയാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഏത് ഐലൻഡിക്ക് ഡെപ്യൂട്ടേഷന് പോകണം, അല്ലെങ്കിൽ നമുക്ക് ജോബ് കിട്ടിയിട്ട് നമ്മൾ ഏത് ഐലൻഡിക്ക് അവർ സെൻഡ് ചെയ്യും, അതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ഫറിൻ്റെ കാര്യം. പിന്നെ ലോക്കലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് മാറിക്കൊടുക്കണം. അതായത് ഇവിടുത്തെ ലോക്കൽ പഠിച്ച് കയറി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും ഐലൻഡിൽ വാക്കൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ അവിടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആയി പോവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോവും. പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐലൻഡുകളിൽ ആക്ടിവിറ്റീസ് കുറവായിരിക്കും മാലേ സിറ്റിനെ അപേക്ഷിച്ചിട്ട്. ആക്ടിവിറ്റി എന്റർടൈൻമെന്റ് നല്ല ഓക്കെ. മാലി സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സിറ്റിയാണ്, കുറച്ച് നമുക്ക് റഷ് ആയിട്ട് വണ്ടി കാറ് അങ്ങനത്തെ കാര്യങ്ങൾ ആളുകൾ എല്ലാം കാണാം. പക്ഷെ ഐലൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ലൈഫ് ആയിരിക്കൂല കിട്ടുക. പക്ഷെ ക്യാഷ് സേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഐലൻഡ് ആണ്. നേരത്തെ പറഞ്ഞ എക്സ്പെൻസിന്റെ കാര്യം ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും മാലി സിറ്റിയിലാണെങ്കിൽ കുറച്ച് പൈസ നമ്മളെ കയ്യിൽ നിന്ന് പോവും. ഇവിടെ ആകുമ്പോൾ ക്യാഷ് സേവ് ചെയ്യാം. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലവാക്കാൻ ഒരു സോഴ്സ് ഇല്ല നമുക്ക് ചിലവാക്കാനായിട്ട്. അതുകൊണ്ട് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ്റെ ഹൈ കമ്മീഷൻ ഉണ്ടല്ലോ, ഇന്ത്യൻ എംബസി, അതേപോലെ ഹൈ കമ്മീഷന്റെ അണ്ടറിൽ നമുക്ക് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരമൊക്കെ അവർ പെട്ടെന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഐലൻഡ്, ഡെവലപ്ഡ് ആവാത്ത ഐലൻഡ് ആണെന്നുണ്ടെങ്കിൽ ആളുകളൊക്കെ ഒന്നും കൂടെ നമ്മളായിട്ട് മിങ്കിളാവും. പക്ഷെ ഒരു ഡെവലപ്ഡ് ആയിക്കഴിഞ്ഞ് ഒരു മാലി സിറ്റി പോലത്തെ ഒരു ഐലൻഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആളുകൾ അത്രക്കൊന്നും ഫ്രണ്ട്ലി ആയിരിക്കൂല. അതെനിക്ക് എൻ്റെ 5 വർഷത്തുനിന്ന് എനിക്ക് ഇതായ ഒരു കാര്യമാണ്. ഇത്രയും പോയിന്റ്സ് ആണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലോ ആരെങ്കിലും മാലദ്വീപിൽ ജോലി നോക്കുന്നുണ്ടെങ്കിൽ, ഹെൽത്ത് ഫീൽഡിലോ ഏതിലേലും ജോലി നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരമാവുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇതിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്യും. ഇനി എനിക്ക് എന്തെങ്കിലും സംശയമുള്ള കാര്യമാണെങ്കിൽ ഞാനത് അറിയുന്ന ആരുടെടുത്തെങ്കിലും അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കും. അപ്പോൾ നാട്ടിൽ കുറച്ച് പേരുണ്ട്, അവർക്ക് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനെല്ലാം റെഡി ആയി നിൽക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവിടെ വേക്കൻസി എങ്ങനെയാണ്,
നഴ്സിംഗ് എന്നാണ് കൂടുതൽ പേര് ചോദിക്കുന്നത്, അതുപോലെ ലാബും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നഴ്സിംഗോ അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അവരെവിടെ അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ജോലിക്ക് അവർ കയറുന്നത് വരെയുള്ള ഫുൾ പ്രൊസീജിയർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, ബൈ.